975 ഭൂമിയുൽക്കത്തിൽ തകർന്നടിഞ്ഞതിനു ശേഷം ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടെ റീസ്റ്റോർ ചെയ്തെടുത്ത ഇന്ത്യയിലെ ലാർജസ്റ്റ് ബുദ്ധിസ്റ്റ് മൊണസ്ട്രി. ഞാനിപ്പോൾ ഉള്ളത് സ്പിറ്റിയിലെ ഏറ്റവും ഫേമസ് ആയ കീ മൊണസ്ട്രിയിലാണ്. ഇതൊരു മൊണസ്ട്രി ആണെങ്കിൽ കൂടി ഒരു ഫോർട്ട് മാരിയാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഏകദേശം എല്ലാ ഏജിലും ആയിട്ട് 300-ൽ പരം സന്യാസിമാർ ഇവിടെ ഉണ്ട്. ഇവിടെ സ്പിറ്റിയിൽ എല്ലാ കുടുംബത്തിലെ രണ്ടാമത്തെ ആൺകുട്ടിനെ മോങ്കാവാൻ വേണ്ടി വലിയ കീ മൊണസ്ട്രിയിലേക്ക് പറഞ്ഞേക്കും. ഇവിടെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിന്റെ സകല ചെലവും പിന്നെ മൊണസ്ട്രിയാണ് നോക്കുന്നത്. 90% മൊണസ്ട്രികളും ക്രൗഡിൽ നിന്ന് മാറി ഭയങ്കര റിമോട്ടഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് ഉണ്ടായിട്ടുണ്ടാവുക. മെഡിറ്റേഷൻ ചെയ്യുന്ന മോങ്സിനറിയാം ഏത് അറ്റ്മോസ്ഫിയർ ആണ് ഇത് പ്രാക്ടീസ് ചെയ്യാൻ ബെറ്റർ എന്നും കോൺസെൻട്രേഷൻ കിട്ടാനും. അതിനനുസരിച്ച് അത്രയും കാമായ എക്സ്ട്രീംലി റിമോട്ടഡ് ആയിട്ടുള്ള ഏരിയയിലാണ് ഒരു മൊണസ്ട്രി ബിൽഡ് ചെയ്യാൻ ചൂസ് ചെയ്യാം. ഗാസയിൽ ഏകദേശം 12 കിലോമീറ്റർ മാറി ഒരു മലന്റെ മുകളിലായിട്ട് 13,000 ഫീറ്റ് എബോവ് ഉള്ള ഈ കീ മൊണസ്ട്രി സ്കൂൾസും ഹോട്ടൽസും പ്ലേ ഗ്രൗണ്ട്സും പ്രെയർ ഹാൾസും ഒക്കെ ആയിട്ട് ഒരു വേറെ ലോകമാണ്. ഇന്ന് ഇവിടെ ക്ലീനിങ്ങിന്റെ ദിവസം. അത് കഴിഞ്ഞിട്ടുള്ള ഓരോ ഫുഡിൽ ഓരോ അമ്മയും കൂട്ടി ഒരുപാട് എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാണ്ട് ഭയങ്കര സിമ്പിൾ ആയിട്ട് ജീവിക്കുന്നവരാണ് ഇവർ. മൊണസ്ട്രിന്റെ സൈഡിൽ കൂടെ മുകളിലേക്ക് ട്രക്ക് ചെയ്ത് പോയാൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നിന്നാണ് കീ മൊണസ്ട്രിന്റെ ഐക്കോണിക് പിക്ക് എല്ലാവരും എടുക്കാറ്. ഇവിടെ വരുന്ന ടൂറിസ്റ്റേഴ്സിന് ഇവിടെ സ്റ്റേ ചെയ്യാനും ഇവരെ ഫുഡും കൾച്ചറൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റുന്നതാണ്. കീ മൊണസ്ട്രി ഞങ്ങൾക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ശരി.